ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളതും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അച്ചാർ വളരെ നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. പുറത്ത് തന്നെ കേടുകൂടാണ്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ സ്റ്റാർ പുളി എടുത്തിട്ടുണ്ട്. നക്ഷത്രപ്പുളി, ചതുരപ്പുളി എന്നൊക്കെ പറയും. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള സ്റ്റാർ പുളിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകുക. അതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് സ്റ്റാർ പുളി തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് സാധനങ്ങൾ വെച്ചിട്ടും ഇതേപോലെ അച്ചാറുണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റാർ പുളിയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് എടുക്കണ്ട, കുറച്ച് തിക്കോട് കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ, സ്റ്റാറിൻ്റെ ഒരു ഇതിലാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർ പുളി എന്ന് പറയണത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. അതിൽ ഉപ്പോ മുളകോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് പാകത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ചട്ടിയിൽ പരത്തി വെച്ചിട്ടാണ് ഉണക്കിയെടുക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാക്കിലോ നല്ല കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പരത്തി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 ദിവസം മതി ഇത് ഉണങ്ങി കിട്ടാനായിട്ട്. വല്ലാണ്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഉണങ്ങി ഇങ്ങനെ ചുക്കാവില്ലേ, അതുപോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല. 2 ദിവസം ഒന്നിങ്ങനെ ചെറുതായിട്ടൊരു സോഫ്റ്റ് പോലെ ഉണ്ടാവണം കേട്ടോ. വല്ലാണ്ട് വടി പോലെ ഉണങ്ങാൻ പാടില്ല. അപ്പോൾ നമുക്കിത് ഉണങ്ങി കിട്ടട്ടെ. അപ്പോൾ ഇത് ഉണക്കാൻ വയ്ക്കുമ്പോൾ വല്ല തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഷോളോ അല്ലെങ്കിൽ കൂടയുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് വേണം ഉണക്കിയെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതിലേക്ക് പൊടിയും ഇലയൊക്കെ വീഴും. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഇത് ഉണങ്ങി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ദിവസമാണ് ഞാനിവിടെ വെയിലത്ത് വെച്ച് ഉണക്കിയത് കേട്ടോ. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല. നമുക്ക് പുറത്ത് തന്നെ കുറേ നാൾ ഇത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പലരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.